ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ DYFIയുടെ പൊതിച്ചോറ് വിതരണത്തിലേക്ക് ഇന്ന് നമ്മളും പൊതി കൊടുക്കുന്നുണ്ട്. നമ്മുടെ പൊതിച്ചോറിൽ എന്തൊക്കെയാണെന്ന് നോക്കാം. സൈഡ് കറിയായിട്ട് ആദ്യം തന്നെ ക്യാബേജ് വിഴുക്കാണ് സെറ്റ് ചെയ്യുന്നത്. പാത്രം അടുപ്പത്ത് വെച്ച് ചൂടായപ്പോൾ എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചു. അതിനുശേഷം ക്യാബേജ് ചേർത്ത് ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് അടച്ചു വെക്കാം. അടുത്തത് അവിയലാണ്. പച്ചക്കറികളെല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അരപ്പ് തയ്യാറാക്കുന്നതിനായി മിക്സി ജാറിലേക്ക് തേങ്ങ, കറിവേപ്പില, മഞ്ഞൾപ്പൊടി, ജീരകം, വെളുത്തുള്ളി, എരിവിന് ആവശ്യമായ പച്ചമുളക് ചേർത്ത് അരച്ചെടുക്കാം. പച്ചക്കറിയിലേക്ക് അരപ്പും ആവശ്യത്തിന് ഉപ്പും വെള്ളവും ചേർത്ത് അടുപ്പിൽ വെച്ച് പച്ചക്കറികൾ വെന്ത് കഴിയുമ്പോൾ കടുക് താളിക്കാം. കടുക് പൊട്ടിച്ച് ചെറിയുള്ളി, വറ്റൽമുളക്, കറിവേപ്പില, എല്ലാം മൂത്ത് റെഡിയായി വരുമ്പോൾ കടുക് താളിച്ചൊഴിക്കാം. നോർമൽ ഒരു കൊല്ലം സ്റ്റൈൽ അവിയൽ. ഇനി ചമ്മന്തി അരയ്ക്കാം. അതിന് ജാറിലേക്ക് ആവശ്യമായ തേങ്ങ. അത് പറഞ്ഞപ്പോഴാ തേങ്ങയ്ക്കൊക്കെ ഇപ്പോൾ എന്താ വില. അതും പറഞ്ഞു നിൽക്കാൻ ടൈമില്ല. ചമ്മന്തിയിലേക്ക് വരാം. 2 ചെറിയ ഉള്ളി, മുളക് പൊടി, ഒരു ചെറിയ പീസ് പുളി, പച്ചമുളക്. ഇനി ഉപ്പ് ചേർത്ത് നമുക്ക് അരച്ചെടുക്കാം. ചമ്മന്തി റെഡി. ഒഴിച്ച് കറിയായി സാമ്പാർ കൂടെ ചെയ്യുന്നുണ്ട്. പച്ചക്കറികൾ അരിഞ്ഞ് വൃത്തിയാക്കി കുക്കറിലേക്ക് മാറ്റി. കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ. ഇനി ആവശ്യത്തിന് സാമ്പാർ പരിപ്പ് കഴുകി ചേർക്കാം. കൂടെ മഞ്ഞൾപ്പൊടി, ഉപ്പ്, വെള്ളം ചേർത്ത് 2 വിസിൽ കേൾപ്പിക്കാം. അതിനോടൊപ്പം തന്നെ സാമ്പാറിനുള്ള കടുക് പൊട്ടിച്ച് അരപ്പ് ചേർക്കാം. ചെറിയുള്ളി മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് കുക്കറിലുള്ള പച്ചക്കറി നോക്കാം. സാമ്പാറിനുള്ള പച്ചക്കറികൾ വെന്ത് റെഡിയായിട്ടുണ്ട്. ചെറിയ ഉള്ളിയും വറ്റൽമുളകും മൂത്ത് റെഡിയായി വരുമ്പോൾ അരപ്പിനായിട്ടുള്ള മുളക് പൊടി, മല്ലിപ്പൊടി, പൊടികളുടെ പച്ചമണം മാറി വരുമ്പോൾ ആവശ്യത്തിനുള്ള പുളിവെള്ളം നമുക്ക് ചേർക്കാം. അതിനുശേഷം ഉലുവ വറുത്ത് പൊടിച്ചത്, കായം ചേർത്ത് മിക്സ് ചെയ്ത് പച്ചക്കറിയിലേക്ക് ചേർക്കാം. സാമ്പാർ റെഡിയായിട്ടുണ്ട്. ഇനി മീൻ പൊരിച്ചത് കൂടിയുണ്ട്. അതിനുള്ള മസാല ചേർക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, നാരങ്ങാ നീര്, വെളുത്തുള്ളിയും കറിവേപ്പിലയും ചതച്ചത് എല്ലാം മിക്സ് ചെയ്ത് മീനിൽ തേച്ച് പിടിപ്പിക്കാം. ഇത് നമ്മൾ അന്ന് വാടിയിൽ നിന്ന് വാങ്ങിയ കോരമീനാണ്. ആ വീഡിയോ കാണാത്തവർക്ക് സൈഡിൽ ചേർത്തിട്ടുണ്ട്. അത് കണ്ടിട്ട് വരാം. അപ്പോഴേക്കും നമുക്ക് മീൻ പൊരിച്ചെടുക്കാം. ആവശ്യത്തിന് എണ്ണ ചേർത്ത് ചൂടാകുമ്പോൾ മീൻ അതിലേക്ക് ചേർത്ത് പൊരിച്ചെടുക്കാം. നമ്മൾ 3 പൊതിയാണ് കൊടുക്കുന്നത്. നമുക്കും ഇന്ന് കഴിക്കാൻ പൊതിച്ചോറ് തന്നെയാണ്. അതാണ് ഇത്ര മീൻ. പൊതിച്ചോറിനുള്ള എല്ലാം റെഡിയായിട്ടുണ്ട്. ഇനി നമുക്ക് പൊതി കെട്ടാം. ന്യൂസ് പേപ്പർ ഇട്ട് അതിന് മുകളിൽ ഒരു പ്ലാസ്റ്റിക് പേപ്പർ വിരിച്ച് ഇലയിട്ട് ചോറ് വിളമ്പാം. ചോറൊന്ന് ഒതുക്കിയിട്ട് അവിയൽ, ക്യാബേജ് വിഴുക്ക് വരട്ടി, ചമ്മന്തി, മാങ്ങ അച്ചാർ, മീൻ പൊരിച്ചതും വെച്ച് ഇല മടക്കാം. ഒരു കവറിൽ ആവശ്യത്തിന് സാമ്പാർ എടുത്ത് അതും കൂടെ വെച്ച് നമുക്ക് പേപ്പർ മടക്കിയെടുക്കാം. പൊതിയെല്ലാം റെഡിയായിട്ടുണ്ട്. നമ്മൾ 3 പൊതിയാണ് കൊടുക്കുന്നത്. ഒരു പൊതി വീട്ടിലേക്കുള്ളതാണ്.
കൊടുക്കാനുള്ള പൊതികൾ കവറിലേക്ക് മാറ്റാം. അവർ ഒരു 11 മണി ആയപ്പോൾ തന്നെ വന്ന് പൊതി എടുത്തിട്ടുണ്ട്. നമ്മൾക്കും ഇന്ന് കഴിക്കാൻ പൊതിച്ചോറ് തന്നെയാണ്. തുറന്നപ്പോൾ എന്താ മണം. അപ്പോൾ കഴിച്ചിട്ട് വരാം. ബൈ ഫ്രണ്ട്സ്. പിന്നെ ഒരു വീഡിയോയിൽ കാണാം.